എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പീരിയൻസ് സ്റ്റുഡിയോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമർക്ക് നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങൾക്ക് അത് ഏത് രീതിയിൽ ചെയ്തെടുക്കാം. ഒരു 3 വോൾട്ട് ടു 5 വോൾട്ടിന്റെ ഉള്ളിലെ ലൈറ്റ്സ് ഓക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇത് വുഡാണ് വരുന്നത്. വുഡ് നമ്മൾ ലേസർ കട്ട് ചെയ്തിട്ട് നിയോ ക്ലാസിക്കൽ ശൈലിയിലുള്ള വീടുകളിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഇത് നമ്മൾ ഫാൾ സീലിംഗ് കട്ട് ചെയ്ത് ചെയ്യുന്നത്. ഇതിപ്പോ നമുക്ക് ഡബിൾ ഹൈറ്റ് ഹാങ്ങിങ്സ് ആണ്. ഇവിടെ ഉള്ളത് നമുക്ക് ഒരു 3 ഫീറ്റ് 2 ഫീറ്റ് മോഡൽസ് ആണ്. ഇത് ഈ പറയുന്ന പ്രൊഡക്റ്റ് എല്ലാം തന്നെ ഏകദേശം എത്ര രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ടാവും? നമസ്കാരം. നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒന്നാണ് ലൈറ്റിംഗ്. പ്രത്യേകിച്ച് ഇൻറ്റീരിയറിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ലൈറ്റിങ്ങിന് ഒരു ആർക്കിടെക്ചറൽ തന്നെയുണ്ട് എന്നാണ് പറയുന്നത്. നമ്മളിന്ന് വന്ന് നിൽക്കുന്നത് നമ്മുടെ സിൽവാൻ ലൈറ്റ് ഗാലറിയിലാണ്, മഞ്ചേരിയിൽ. എത്തിയിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം, നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ചെയ്യുമ്പോൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ലൈറ്റുകൾ ഏത് രീതിയിലുള്ള ലൈറ്റുകൾ ചെയ്യണം, അതിന് വ്യത്യസ്തമായിട്ടുള്ള എന്തൊക്കെ ലൈറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്, ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് 2025 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് കാണാനായിട്ടാണ്. പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് കുറച്ചേറെ ലൈറ്റിംഗ് ഡിസൈനുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുക, അതിൻ്റെ ഏകദേശ പ്രൈസുകൾ പറയുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരിക്കലും പറയാത്തൊരു കാര്യം പറയട്ടെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യ കൺസൾട്ടന്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞാലുള്ള അഭിഷേകാണ്. അഭിഷേക് നമസ്കാരം. വെരി ഗുഡ് മോർണിംഗ്. അഭിഷേക് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. ഇവിടെ ലൈറ്റിന്റെ പ്രൊജക്ട് ഡിവിഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്ന പ്രൊജക്ട് ഡിവിഷനാണ് ലൈറ്റിന്റെ. അതായത് കുറച്ചുകൂടി വലിയ കൊമേഴ്ഷ്യൽ പ്രൊജക്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു എഞ്ചിനീയറിംഗ് സൈഡും കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഡിസൈനും എസ്റ്റിമേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ മഞ്ചേരി കുറച്ച് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ അവിടേക്ക് വന്നു. ഇവിടെ തന്നെ ഉണ്ട്. ഇത് തുറക്കൽ ബൈപ്പാസിലാണുള്ളത്. ഇവരുടെ നമ്പർ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോ മറക്കാതെ നിങ്ങളൊന്ന് ചെക്ക് ഇൻ ചെയ്തോളൂ. ജിഫെക്സ് അതാണ് ബ്രാൻഡ്. നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ഓരോ യൂസേഴ്സിനും മീൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പീരിയൻസ് സ്റ്റുഡിയോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഡിസ്പ്ലേ ഇട്ടിട്ടുള്ളത് ഒരു ക്രിസ്റ്റൽ ആണല്ലേ ഇത്? യെസ്. അപ്പോ ഇതിൽ നമ്മളിപ്പോ ചെയ്തിട്ടുള്ള ഒരു ലീഫി ടൈപ്പ് മെറ്റീരിയൽ ആണ്. അത് കസ്റ്റം ഓപ്ഷൻസ് ആണ്, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് ഇതൊരു കസ്റ്റമർക്ക് 10 എണ്ണം വേണമെങ്കിലും 20 എണ്ണം വേണമെങ്കിലും 50 എണ്ണം വേണമെങ്കിലും 100 എണ്ണം നമുക്ക് കൗണ്ട് ബേസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഈവൻ സ്ക്വയർ ഫീറ്റ് അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ റിക്വയർമെന്റ് ഇല്ലെങ്കിൽ അവരൊരു സ്പെഷ്യൽ ഡയമെൻഷൻ തന്നിട്ട് അതിലേക്ക് നമുക്ക് മീറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ സാധിക്കും അല്ലേ? അങ്ങനെ കുറെ ഏറെ ഡിസൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പുതിയൊരു അപ്ഡേറ്റഡ് മോഡലാണ്. അതായത് ഇത് കുറച്ചും കൂടി ഒരു ആർക്കിടെക്ചറൽ തീമിൽ ഇറക്കിയിട്ടുള്ള ഒരു മോഡലാണ്. ഹാങ്ങിങ് എത്രയോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? നമുക്കൊരു സ്റ്റാർട്ടിംഗ് മോഡൽ ഒരു 15,020 ആ റേഞ്ചിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 15-20 സ്റ്റാർട്ട്. അതിനും നമുക്ക് താഴേക്കുള്ള മോഡൽസ് ഉണ്ട്. ബൈ നമുക്ക് അത് ആഡ് ഓൺ ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന മെറ്റീരിയൽ ചെയ്യാൻ പറ്റും. ബൈ നമുക്ക് പ്രീമിയം വരെ നമുക്ക് ഇതിന്റെ കൊടുക്കാൻ സാധിക്കും. പോകുന്നുണ്ട്. ഞങ്ങളിവിടെ കാണിക്കുന്ന ഷോ പീസസിന്റെ ഒന്നും തന്നെ റേറ്റ് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ട് നമുക്കൊരിക്കലും ഇപ്പോൾ ഇതിനൊന്നിന് ഇത്ര രൂപ എന്ന് പറയാൻ സാധിക്കും. അതെ. ചിലതെല്ലാം നമുക്ക് പ്രീ ബിൽഡ് മോഡൽസ് ഉണ്ട്. അതെ, കുറെ ഓപ്ഷൻസ് നമുക്ക് കസ്റ്റം ആയിട്ടും വരുന്നുണ്ട്, ചെയ്യാൻ പറ്റും. ഓക്കെ. അതെ, ഇതുപോലുള്ള കുറെ മോഡൽസ് ഇവിടെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇത് വേറെ ഇതെന്തോ? ഇത് നമുക്ക് വരുന്നത് ഗ്ലാസ് ആണ് വരുന്നത്. അതായത് ഒരു മിൽക്കി ബൗൾ കാറ്റഗറിയിൽ വരുന്ന ടൈപ്പ് ഗ്ലാസ് ആണ്. ഇത് നമുക്കൊരു പ്രീമിയം മോഡലാണ്. ഇത് നമുക്ക് കംപ്ലീറ്റ് ബിൽഡ് ഓഫ് SS സ്റ്റീലാണ് വരുന്നത്. SS മെറ്റീരിയൽ ആണ്. അതിൽ നമ്മൾ ഒരു റോസ് ഗോൾഡ് ടൈപ്പ്, ഒരു റോസ് ഗോൾഡ് കോപ്പർ ടൈപ്പ് കോട്ടിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഒരു സെറ്റ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ്. ഇതിൽ എന്തെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ഓപ്ഷൻസ് നമുക്ക് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് മീറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ലൈറ്റ്സ് ആണ്. ഇതിൽ തന്നെ 2-3 ടൈപ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് ജസ്റ്റ് ഒരു ക്ലാമ്പിലാണ് നമ്മൾ ഇത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. തുറന്നാൽ മതി അല്ലേ? അതെ, നമുക്ക് ഇത് തുറന്നിട്ട് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്ന് ഒരു ബേസിക് ലൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇത് നമുക്ക് ഈ ക്രിസ്റ്റലിന്റെ ഉള്ളിലല്ല നമ്മൾ ലൈറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ മേലേന്ന് ലൈറ്റ് തന്നെ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ പ്ലേറ്റിൽ തന്നെ ഒരു 3 വോൾട്ട് ടു 5 വോൾട്ടിന്റെ ഉള്ളിലെ ലൈറ്റ്സ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ക്രിസ്റ്റലിൽ തട്ടുന്ന ആ ഒരു ബ്യൂട്ടി നമുക്ക് കിട്ടും. ഇവിടെ ഇത് ഒരു ഹാങ്ങിങ് ലൈറ്റ് പെടുന്നത്. ഇത് ഹാങ്ങിങ് ആണ്. ഇതൊരു പ്രോപ്പർ ആന്റിക് ടച്ചിൽ വരുന്നതാണ്. ആന്റിക് പ്ലസ് ഒരു ഫാബ്രിക് മെറ്റീരിയൽ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. നമുക്കിപ്പോ കുറെ അങ്ങനത്തെ റിക്വയർമെന്റ്സ് വരുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് പക്ക ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്രഷ് ഫിനിഷിന്റെ ഫീലാണ് നമുക്ക്. ഇത് നമുക്ക് മെറ്റീരിയൽ വരുന്നത് ഒരു അയൺ ടൈപ്പ് മെറ്റീരിയൽ വരുന്നത്. അതെ, അതില് നമുക്ക് വരുന്നത് നമ്മളൊരു സെപ്പറേറ്റഡ് കോട്ടിങ് ചെയ്തിട്ടുണ്ട്. സാധാരണ ടെസ്റ്റർ തൊടുമ്പോ തന്നെ അതിന് മനസ്സിലാവും നമുക്ക്. ബട്ടർഫ്ലൈ പോലെ. അതെ, ഇതിന്റെ ഫ്ലാപ്സ് കാര്യങ്ങളെല്ലാം നമുക്ക്
അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? യെസ് യെസ്. നമുക്കിതൊരു ആർക്കിടെക്ചറൽ തീമിൽ വരുന്നതാണ്. അപ്പോൾ അവരുടെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ആ ഡിസൈനിന് മാച്ച് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഉള്ളതാണ് നമ്മുടെ പഴയ ഈ എനിക്ക് തോന്നുന്നു അറബിക് ഡിസൈനിൽ, അറബിക് ടർക്കിഷ് ആർക്കിടെക്ചറൽ ഡിസൈനിൽ വരുന്ന ആ രീതിയിലൊക്കെ വരുന്ന ഒരു മോഡലാണ് ഇത്. കംപ്ലീറ്റ് ഒരു ഗ്ലാസ് ബിൽഡ് ആണ് വരുന്നത്. നമ്മൾ അപ്പറേ പറഞ്ഞതുപോലെ ആ ഒരു ആർക്കിടെക്ചറൽ ലൈറ്റിങ്ങിന്റെ ഇത് നമുക്ക് ഇതിന്റെ ഹൈറ്റ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇതെല്ലാം ഇൻഡിവിജ്വൽ ഹാങ്ങിങ് ആണ്. ഇത് നമുക്ക് ഗ്രൂപ്പായിട്ട് ഹാങ് ചെയ്യാന്നുള്ളതിന്റെ ഒരു മോഡൽ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളൂ. നമുക്ക് മെറ്റൽ വരുന്ന ബോഡി മെറ്റലാണ് വരുന്നത്. ഇതും സിംഗിൾ ഇൻഡിവിജ്വൽ ഹാങ്ങിങ്സ് ആണ്. ഇൻഡിവിജ്വൽ ഡ്രൈവ് വരുന്ന മോഡൽസ് ആണ്. ഓക്കെ. ഇത് ഭയങ്കര സംഭവമാണല്ലോ. ഇത് സത്യത്തിൽ മെറ്റലാന്നാ വിചാരിച്ചേ, പക്ഷെ ഇത് ബാമ്പു. എന്ത് സംഭവം? വുഡാണ് വരുന്നത്. വുഡ് നമ്മള് ലേസർ കട്ട് ചെയ്തിട്ട് ബെൻഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഒരു ഡിസൈൻ. ഇത് വെറൈറ്റി സാധനം. അതെ അതെ. അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. സെൻസിറ്റീവ് ആയിട്ടുള്ള ലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സെൻസിറ്റീവ് ആയിട്ട് നോക്കൂ, നമുക്ക് ഈ ഓളം വെട്ടി വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. വെറൈറ്റി സാധനം. ഇതും സിംഗിൾ ഹാങ്ങിങ് ആണ്. ഇത് സിംഗിൾ ആണ്. നമുക്കിതൊരു 3 പീസ് കുറച്ചൊരു ഡിസ്റ്റൻസിലൊക്കെ ഹാങ് ചെയ്താലാണ് ഇതിന്റെ ഒരു ആക്ച്വൽ ബ്യൂട്ടി നമുക്ക് കിട്ടുക. ഇത് അതിന്റെ തന്നെ കണ്ടിന്യൂറ്റി മോഡലായിട്ട് വരുന്ന വാൾ ലൈറ്റ് ആണ്. ഇത് മുകളിലും ചെയ്യാം കേട്ടോ. ഇവിടെ വരുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും എനിക്ക് ഹാങ്ങിങ്, അതെ, ആന്റിക് ടച്ചുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് വരുന്നത്. അതില് പ്രധാനമായിട്ട് ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ്. ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്? നമുക്ക് ഏകദേശം ഒരു 20-25 ഒക്കെ തൊട്ട് സ്റ്റാർട്ട്. നമുക്ക് പുതിയ ഷിപ്മെന്റിൽ വരുന്ന കുറച്ചും കൂടി നമുക്ക് ബഡ്ജറ്റീവ് ആയിട്ടുള്ള സീരീസും നമുക്ക് വരുന്നുണ്ട്. ഓക്കെ. അങ്ങനെ കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്നും രണ്ടും ഒന്നുമല്ല, എണ്ണിയാലൊടുങ്ങാത്തത്രയും. കാര്യം ഇതൊരു ഷോറൂം എന്നുള്ള കോൺസെപ്റ്റിനേക്കാൾ ലൈറ്റിംഗ് സ്റ്റുഡിയോ എന്നുള്ള കോൺസെപ്റ്റ്. നമ്മൾ ഒന്നുകൂടി കൺജസ്റ്റഡ് ആയിട്ടല്ല ഇവിടെ ഹാങ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒന്നുകൂടി സ്പേഷ്യസ് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഐറ്റംസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. കുറച്ച് നമുക്ക് മേലെയാണ് അതിന്റെ ഡിസ്പ്ലേസും കാര്യങ്ങളെല്ലാം വരുന്നത്. നമ്മുടെ കട്ടിലിന്റെ ഒക്കെ ബെഡിന്റെ ടോപ്പിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ലൈറ്റ് ആണ്. ഇതൊരു റോപ്പ് ടച്ചിൽ വരുന്ന ഒരു ടൈപ്പ് ലൈറ്റ് ആണ്. അതിന്റെ ഈ ഒരു ഭാഗം നമുക്ക് റോപ്പിന്റെ ഒരു ഫിനിഷ് ആണ് വരുന്നത്. അതിനേക്കാളും വെറൈറ്റി ആണ് കേട്ടോ ഇത്. അതെ അതെ. ഇത് ഒരു വൈഡർ ആയിട്ടൊക്കെ ഒരു വാൾ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ വോള് ഹൈലൈറ്റ് ചെയ്യുക ഈ സാധനം കൊണ്ട്. ആ വോളിലോട്ട് വേറെ ഒന്നും വേണ്ട. ഇപ്പൊ ടെക്സ്ചർ അടിച്ചൊരു വോളാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു സെപ്പറേറ്റ് ഒരു കളർ ചെയ്തൊരു വോളാണെന്നുണ്ടെങ്കിൽ ആ വോള് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഡിസൈൻ തന്നെ ധാരാളമാണ്. അതെ അതെ. ഇതിന്റെ ഒരു പ്രത്യേകത നമുക്കൊരു സിംഗിൾ ഡ്രൈവ് ആണ് വരുന്നത്. നമുക്ക് കണക്ഷൻസ് ഒന്നും വേണ്ട. ഒരൊറ്റ ഡ്രൈവിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ഇന്റർ കണക്റ്റഡ് അല്ലേ? അതെ അതെ. ഇതിപ്പോ 5 എണ്ണം. ഇത് കൂടുതൽ നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ഉള്ളിൽ അങ്ങനെ ഒരു മോഡൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ എല്ലാം നമുക്ക് ഈ പറഞ്ഞതുപോലുള്ള ഫാൻസി ലൈറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെ അതെ. അതിൽ തന്നെ ഇതൊരു മാർബിൾ ആണ് വരുന്നത്. യെസ്, നമ്മുടെ മാർബിൾ ഫിനിഷിലുള്ള ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ മറ്റൊരു ഡിസൈൻ ഇതെല്ലാം ഒരു ബാക്ക് ലൈറ്റ് മോഡൽസ് വരുന്നത്. അതായത് നമുക്ക് അധികം ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും ഇല്ല. സ്പ്ലാഷ് ആണ് അല്ലേ? അതെ അതെ. ബാക്ക് ലൈറ്റിംഗിലേക്കാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഇത് മെറ്റലാണ്. അതെ അതെ. നമുക്ക് അലുമിനിയം ആണ് വരുന്നത്. അലുമിനിയത്തിൽ നമുക്ക് കോട്ടഡ് മെറ്റീരിയൽ വരുന്നതാണ്. ഇതൊക്കെ ഇന്റീരിയർ അല്ലേ? ഇതൊക്കെ ഇന്റീരിയർ ലൈറ്റ്സ് ആണ്. എക്സ്റ്റീരിയർ സെപ്പറേറ്റ് ഉണ്ട്, നമ്മൾ സെപ്പറേറ്റ് കാണിച്ചു തരാം. ഇവിടെ തന്നെ നമ്മള് ഈ ഒരു ഏരിയയില് നമ്മുടെ ഇന്റീരിയർ ഇതുപോലുള്ള ലൈറ്റ്സും കൊടുക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ മേലെ ചെയ്തിട്ടുള്ള ആന്റിക് ഹാങ്ങിങ്സിനെ കണ്ടിന്യൂറ്റി ആയിട്ടുള്ള നമുക്ക് വാൾ ലൈറ്റ്സും വരുന്നുണ്ട്. നമുക്ക് കുറച്ച് ക്ലോത്ത് ഫിനിഷ് ഫാബ്രിക്കിൽ വരുന്ന കുറച്ച് മോഡൽസ് നമുക്ക് അങ്ങനെയുള്ള ഫിനിഷസും ഉണ്ട് അല്ലേ? ഈ ഇങ്ങനെയുള്ള ലൈറ്റ്സ് വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു 10, 2000, 3000 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുമോ? നമുക്ക് ഈ ഫാബ്രിക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു 3000 ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്ന റേഞ്ചസ്. നമുക്ക് അതിന്റെ അപ് ടു ഒരു 8000, 9000 വരെയുള്ള മോഡൽസ് ഉണ്ട് അല്ലേ? ഇനി നമുക്ക് നമ്മുടെ പർപ്പസ്ഫുള്ളി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈറ്റിന് സെപ്പറേറ്റ് ഒരു മോക്കപ്പ് സ്റ്റുഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആർക്കിടെക്ട്സിന് കസ്റ്റമേഴ്സിന് വരുമ്പോൾ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കണ്ടുകൊണ്ട് തന്നെ നമുക്കത് പർച്ചേസ് ചെയ്യാം. എക്സ്പീരിയൻസ് ചെയ്ത് എങ്ങനെ ഇരിക്കും ഒരു റൂമിൽ നിങ്ങൾ ആ ലൈറ്റ് ഇട്ട് എത്ര ഇരിക്കും, അവിടെ എത്ര ലൈറ്റ്സ് വേണം എന്നൊക്കെയുള്ള. ശരിക്കും പറഞ്ഞാൽ അഭിഷേകിന്റെ ജോലി തന്നെ അതാണ് കേട്ടോ. അഭിഷേകിന്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു റൂം എടുത്തു, പലരും ഒരു 12x12 റൂം എടുത്തു കഴിഞ്ഞാൽ ഒരു 44 സ്ക്വയർ ഫീറ്റ് എണ്ണം കണക്കാക്കി കഴിഞ്ഞാൽ 2 അടി വെച്ച് ഇത്ര ലൈറ്റ് ഇത്ര കൊടുക്കാന്ന് പറയും. അങ്ങനെയല്ല, ലൈറ്റിങ്ങിന് ഒരു ആർക്കിടെക്ചർ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു. അതാണ് നമ്മുടെ അഭിഷേക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അകത്തോട്ട് കയറാം. അതായത് ഇത് ആക്ച്വലി നമുക്കൊരു ഫുള്ള് ഇപ്പൊ നമ്മളിവിടെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ലൈറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു ഡാർക്ക് റൂം ആണ്. ശരി. അതായത് വേറെ ലൈറ്റിന്റെ ഇന്റർഫറൻസ് ഒന്നും വരില്ല. ഇപ്പൊ ഞങ്ങൾ ലൈറ്റ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ നോക്കരുത്, അത് വീഡിയോയ്ക്കായിട്ട് ഇട്ടിരിക്കുന്നതാണ്, അല്ലാതെ ഡാർക്ക് റൂം ആണ്. അതെ അതെ, ഡാർക്ക് റൂം ആണ്. അപ്പോ ഇതിൽ നമ്മൾ സെപ്പറേറ്റും ഓരോ ലൈറ്റ് കത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ഔട്ട്പുട്ട് വരിക? ഓരോ ലൈറ്റിനും ഓരോ ഡിഫറൻസ് ഉണ്ട്. അതിന്റെ ബീം ആംഗിളിലായാലും ഇന്റൻസിറ്റിയിലായാലും കളേഴ്സിലായാലും ഒക്കെ വരുന്നുണ്ട്. അതിനൊക്കെ നമുക്കൊന്ന് എക്സ്പീരിയൻസ്, യൂസർ എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ നമ്മുടെ ആർക്കിടെക്ട്സ് ആയാലും എഞ്ചിനീയേഴ്സ് ആയാലും അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ, എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒക്കെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. മോക്കപ്പ് സെറ്റപ്പ് ആണ് എല്ലാം.
യെസ്. ഇത് ഇവിടെ വെച്ച എല്ലാ ലൈറ്റ്സും നമ്മൾ സീലിംഗിൽ ചെയ്തിട്ടുണ്ട്, ചെയ്ത് കൊടുക്കും. എനിക്ക് തോന്നുന്നു എല്ലാത്തിന്റെയും നമ്മൾ ഇത് സെപ്പറേറ്റ് സ്വിച്ചസ് ഉണ്ട്, സെപ്പറേറ്റ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് എത്ര വോൾട്സിന്റെ തൊട്ട് നമ്മൾ ഇവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ സീലിംഗിൽ ചെയ്തിട്ടുള്ളത് നമുക്കൊരു 5 വോൾട്ട് തൊട്ട് 5 വാട്ട് തൊട്ടിട്ട് നമ്മൾ ഏകദേശം ഒരു 30 വാട്ട്സ് വരെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇനി സാറിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 3 CCTs വരുന്നുണ്ട്, അതായത് 3 കളർ ടെമ്പറേച്ചർ ലൈറ്റ്സ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. അതിന്റെ ഒരു സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തേക്കാണ്. നമ്മൾ സെയിം പോർട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഡിഫറെന്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് ആണ്. 3 ആംബിയൻസ് കിട്ടുവേ. ഇത് വരുമ്പോ വാം ആണ് വരുന്നത്. ഇത് നമ്മുടെ നാച്ചുറൽ സൺലൈറ്റ്, നാച്ചുറൽ ലൈറ്റ്, ന്യൂട്രൽ വൈറ്റ് എന്നൊക്കെ പറയും. ഇത് നമുക്ക് കൂൾ വൈറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ലൈറ്റ് വരുന്നത്. ഈ കെൽവിൻ ആണോ ഉദ്ദേശിച്ചത്? കെൽവിൻ ലൈറ്റിന്റെ ഒരു ഇതിന് പറയാം കെൽവിൻ. അതിന്റെ വൈറ്റ്നെസ്സും അതിന്റെ ആ ഒരു ഷെയ്ഡൊക്കെ പറയുന്ന ആ കെൽവിൻ. ഇത് 3000 കെൽവിൻ ആണ്, ഇത് 4000 കെൽവിൻ ആണ്, 6000 കെൽവിൻ ആണ്. എനിക്ക് തോന്നുന്നത് സ്റ്റാൻഡർഡൈസ് ചെയ്തിരിക്കുന്നു. അതെ, നമ്മുടെ ജിഫെക്സിൽ വരുന്നതാണ്. ബാക്കി ബ്രാൻഡ്സിൽ വരുമ്പോൾ ചെറിയ രീതിയിലുള്ള ഡിഫറൻസ് വ്യത്യാസങ്ങൾ വന്നേക്കും. ഓരോന്നിനും സ്പെസിഫിക്കേഷൻ സ്റ്റാൻഡർഡൈസേഷനും വ്യത്യാസമാണ്. ജിഫെക്സിന്റെ കാര്യമാണ് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ ചെയ്യാൻ പാകത്തുള്ള ട്രാക്ക് ലൈറ്റ്സ്. അതെ. ഇത് ആക്ച്വലി നമുക്ക് 3 ടൈപ്പിലാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഓപ്പൺ ടൈപ്പ് മാഗ്നറ്റിക് ട്രാക്ക് ആണ് ഈ ടൈപ്പ് വരുന്നത്, ഈ കാണുന്നത്. അപ്പൊ അതിലെ മൊഡ്യൂൾ കാര്യങ്ങളെല്ലാം നമുക്ക് മൂവബിൾ ആണ്, മാഗ്നറ്റിക്കലി ഫിക്സ്ഡ് ആണ് കാര്യങ്ങളെല്ലാം വരുന്നത്. അത് കഴിഞ്ഞാൽ ഇതേ സെയിം ട്രാക്കിന്റെ തന്നെ കൺസീൽഡ് വേർഷൻ ആണ്. ഇത് നമ്മൾ ഏകദേശം ഫാൾ സീലിംഗ് ചെയ്യുന്ന ടൈമിൽ നമുക്കൊന്ന് പ്ലാൻ ചെയ്യണം, എങ്ങനെ ഫിക്സ് ചെയ്യണം, അതിന്റെ ചാനൽ അടിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ആ രീതിയിൽ വരുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി ഓപ്പൺ ടൈപ്പിൽ വരുന്നതാണ്. ഇത് നമുക്ക് ഏകദേശം ഒരു 5 mm തിക്നെസ് വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഫാൾ സീലിംഗ് കഴിഞ്ഞു, ഈവൻ കോൺക്രീറ്റ് സീലിംഗ് ആയാലും നമുക്ക് ഫിക്സിംഗ്, അതായത് പൊട്ടിച്ചിട്ട് ചെയ്യാം. അതെ, പൊട്ടിക്കണ്ട, നമുക്ക് അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാം. ഇതിന്റെ ചാനൽ വരുന്നത് ഈ ടൈപ്പാണ്. ഇതൊരു 1 മീറ്റർ ചാനലാണ് വരുന്നത്. അതായത് ജസ്റ്റ് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന നമുക്ക് കാണാൻ പാകത്തില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള ഡ്രൈവ്സ് ആണ്. നമ്മുടെ LED സ്ട്രിപ്പ്, പ്രൊഫൈൽ ലൈറ്റ്, അതിലേക്കൊക്കെ വരുന്ന ഡ്രൈവ്സ് ആണ്. നമുക്ക് ഏകദേശം ഒരു 3 ആംപിയർ to 25 ആംപിയർ വരെ സ്റ്റാൻഡേർഡിൽ വരുന്നുണ്ട്. നമുക്ക് അതിന്റെ മേലോട്ടുള്ള മോഡൽസും വരുന്നുണ്ട്, അവൈലബിൾ ആണ്. പിന്നെ ഇത് നമ്മൾ ജംഗ്ഷൻ LEDs എന്ന് പറയും. അതായത് നമ്മുടെ വീടിന്റെ ഒക്കെ സൺഷെയ്ഡിലൊക്കെ കൂടുതലും കണ്ടുവരുന്ന ടൈപ്പ് മോഡൽസ് ആണ്. ഇതിന്റെ ഓപ്പണിൽ വെക്കാൻ പറ്റിയ മോഡൽസ് ഉണ്ട്. ജംഗ്ഷൻ ബോക്സ് ഒന്നും വെച്ചില്ല വെക്കാം. ഇതൊക്കെ ജംഗ്ഷൻ ബോക്സിൽ വെക്കാൻ പറ്റിയ മോഡൽസ് ആണ്. ഇതെല്ലാം നമുക്ക് സ്പോട്ട് ലൈറ്റുകളാണ്. അതായത് 1 watt 3 watt മോഡൽസ് ഉണ്ട്. ഇതിൽ തന്നെ കുറച്ചുകൂടി ആർക്കിടെക്ചറൽ ആയിട്ടുള്ള മോഡൽസ് ഇതിൽ അവൈലബിൾ ആണ് അല്ലേ? ഇതെല്ലാം നമുക്ക് യൂട്ടിലിറ്റി പർപ്പസിന് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ലൈറ്റ്സ്. ഇതിപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. അതെ. പ്രൊഫൈൽ ലൈറ്റ്സ് അല്ലേ? ഇതില്ലാത്ത വീടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതെ, ഇതൊക്കെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇത് നമ്മൾ ഫാൾ സീലിംഗ് കട്ട് ചെയ്ത് ചെയ്യുന്നത്. ഇതിപ്പോ നമ്മൾ വാളിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ബോർഡ് തന്നെ വരുന്നത്. അതിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് യൂസർ എക്സ്പീരിയൻസിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഒരു L ടൈപ്പിലാണ് നമ്മളിപ്പോ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് 23 mm to 30 mm to 8 mm വരെ നമ്മളിപ്പോൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഓപ്പണിൽ വരുന്നുണ്ട്, കൺസീൽ ടൈപ്പും വരുന്നുണ്ട്. ഇനിയിപ്പോ കോർണർ ടൈപ്പ് ആണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇത് ഓപ്ഷൻസ് ആണ്. ഇതിലെല്ലാം നമുക്ക് വെറൈറ്റി ഓപ്ഷൻസ് ഉണ്ട്. ലിമിറ്റഡ് ആയിട്ടുള്ള മാത്രം നമ്മളിവിടെ ഷോക്കേസ് ചെയ്തിട്ടുള്ളൂ. ഇതെല്ലാം നമ്മൾ അതിന്റെ ഉള്ളിൽ വരുന്ന LEDs ആണ്. ഇപ്പൊ ആൾക്കാർ കൂടുതൽ കോവ് കാര്യങ്ങളെല്ലാം ചെയ്ത്, അപ്പൊ കോവിലൊക്കെ നമ്മൾ LED സ്ട്രിപ്പാണ് യൂസ് ചെയ്യുന്നത്. ആ കൈൻഡ് ഓഫ് സ്ട്രിപ്പാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇതിൽ തന്നെ വാട്ടർ റേഞ്ചും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള മൊഡ്യൂൾ നമുക്ക് സെറ്റപ്പ് വരുന്നുണ്ട്. പ്ലസ് ഡ്രൈവിന്റെ ഒപ്പമാണ് നമ്മളിത് വർക്ക് ചെയ്യിപ്പിക്കുക DC-യിൽ. നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് മോഡൽസ് വരുന്നുണ്ട്. ഇതെല്ലാം AC-യിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ മോഡൽസ് ആണ്. ഡയറക്റ്റ് നമുക്ക് ഈ ഒരു സ്ട്രിപ്പ് എടുത്ത് നമുക്ക് AC-ക്ക് പ്ലഗ് ചെയ്യാൻ ഒരു അഡാപ്റ്റർ ഉണ്ട്. ത്രൂ നമുക്ക് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ത്രൂ ഔട്ട് ഒരു 50 മീറ്റർ വരെ നമുക്ക് ഇത് കത്തിക്കാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ഇതൊരു ഹാങ്ങിങ് ലൈറ്റ് ശരിയാണോ? അതെ. ഇത് നമുക്ക് ഡബിൾ ഹൈറ്റ് ഹാങ്ങിങ്സ് ആണ് വരുന്നത്. അതായത് നമുക്കൊരു ഡബിൾ ഹൈറ്റ് എന്നൊക്കെ സസ്പെൻഡ് ചെയ്തിടാവുന്ന ടൈപ്പ് ഏരിയാസിലൊക്കെ കൊടുക്കാൻ പറ്റിയ ടൈപ്പാണ്. പിന്നെ ഈ ഒരു മോഡൽസ് എല്ലാം നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. ഗ്രൂപ്പ് ഹാങ്ങിങ് ആയിട്ട്, അതായത് നമ്മുടെ ഒരു എത്ര പീസ് വേണം, എത്ര ഹൈറ്റിൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്കിവിടെ ബെഡ് സൈഡ് ലാംപ്സ് ഉണ്ടല്ലേ? എൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് കിട്ടിയ ഗിഫ്റ്റ് ഇതായിരുന്നു. ഹൗസ് വാമിങ്ങിന് നമ്മുടെ സിൽവാൻ മുസ്തഫ ഈ നിങ്ങളുടെ ജിഫെക്സിന്റെ ബെഡ് സൈഡ് ലാമ്പ്. അതായത് ഫാൻസിയിൽ തന്നെ ഒന്നുകൂടി ഒരു മോഡേൺ കൾച്ചറിൽ വരുന്ന ടൈപ്പ് ഓഫ് ലൈറ്റ്സ് ആണ് വരുന്നത്. LED-ലാണ് വരുന്നത് കൂടുതൽ. വല്ലാത്തൊരു മോഡാണ് കേട്ടോ ഇത്. അതെ. ഇത് പറഞ്ഞാല് റോപ്പ് അടിയിൽ ഇതിന്റെ ഒരു കണ്ടിന്യൂറ്റി മോഡൽ കണ്ടിട്ടുണ്ടാവും. അതിന്റെ ഒരു ഷോർട്ടർ ആയിട്ടുള്ള മോഡലാണ്. പോസറ്റിന്റെ സൈസിലൊക്കെയാണ് ഇപ്പൊ ശരിക്കും ഒരു ലൈറ്റ് വന്നിരിക്കുന്നത്. കൊള്ളാം. അങ്ങോട്ട് വരുമ്പോ ഒരു അറബിക് ആന്റിക് ടച്ചിലുള്ള വരുന്ന മോഡൽസ് തന്നെയാണ് ഇതെല്ലാം വരുന്നത്. അത് ആക്ച്വലി ഇതാണ് കോപ്പർ ആണോ അതോ കോപ്പർ കോട്ടിംഗ് ആണോ? കോട്ടിംഗ് ആണ് വരുന്നത്. കോപ്പർ വരുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആവുമല്ലോ അല്ലേ? അതെ.
നമുക്ക് ഇതൊക്കെ ഔട്ട്ഡോറിൽ വരുന്ന ടൈപ്പ് ലൈറ്റ്സ് ആണ്. ഓക്കെ. അതായത് വെള്ളം വീണാലും പ്രശ്നമൊന്നും വരില്ല. നമുക്ക് IP65 IP67 വരുന്ന മോഡൽസ് ആണ് വരുന്നത്. അതായത് നമുക്ക് ഇത് സിംഗിൾ ഹൈറ്റിലും ഡബിൾ ഹൈറ്റിലും ചെയ്യാൻ പറ്റിയ മോഡൽസ് ആണ്. ഇതെല്ലാം നമുക്കൊരു ക്രിസ്റ്റലിന്റെ ഒരു ഏരിയ ആണ് ഈ ഒരു പാർട്ട് വരുന്നത്. ഇത് ഭയങ്കര മൂഡായിട്ട് കേട്ടോ. എനിക്ക് കണ്ടിട്ട് മറ്റേ ഇതിനകത്ത് പറയുന്ന പോലെ അനൂപന പറയുന്ന പോലെ ചാർജായി. ഈ സാധനം കൊള്ളാം, നല്ല കാണാൻ നല്ല ഇമ്പമുള്ള ഐറ്റം. ഇതിന് കുറെ ഇത് ഫുള്ള് ക്രിസ്റ്റൽ അവരെയാ? അതെ അതെ അതെ. ഇതെല്ലാം നമുക്ക് ക്രിസ്റ്റല വരുന്നത്. ക്രിസ്റ്റലാണ്. ഷാലിയാർ ഒക്കെ വരുമ്പോഴത്തേക്കും ഇതുപോലുള്ള ഇതൊക്കെ പക്ക നിയോ ക്ലാസിക്കൽ ശൈലി വീടുകളിൽ വരുന്ന സാധനം. അതെ അതെ. ഇതൊക്കെ വരുമ്പോൾ എനിക്ക് നല്ല റേറ്റ് ഇതിൽ നമുക്ക് ഒരു 1 lakh അബോ എങ്ങനെയാലും ഈ ഒരു സൈസിൽ വരുന്നുണ്ട്. നമുക്ക് പല മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. വലുതും ചെറുതും അവൈലബിൾ അല്ലേ? അതെ അതെ അതെ. ഇതും ഹാങ്ങിങ് ലൈറ്റ്സ് പെട്ടതല്ലേ? അതെ അതെ. ഇത് നമുക്ക് ഒരു സെറാമിക് ടച്ചിൽ വരുന്ന ടൈപ്പ്. ഇതാണ് സെറാമിക് ആണ് കേട്ടോ, ആക്ച്വൽ സെറാമിക് തന്നെ. അതെ അതെ. അതായത് തട്ടി കഴിയുമ്പോഴത്തേക്ക് ക്ലയിൽ അടിക്കുന്ന സൗണ്ട് നിങ്ങൾക്ക്. ഇതിൽ നമുക്ക് 2-3 കോട്ടിങ് വരുന്നുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു മൊസൈക്ക് ടച്ചിൽ ചെയ്തിട്ടുള്ള സംഭവമാണ്. ഇതോ? ഇത് നമുക്കൊരു വുഡ് ആണ്. ഇത് കൊള്ളാലോ, വുഡ് വരുന്നത്. അടിപൊളി. വിനീർ ചുരുക്കി വെച്ച പോലെ വിനീർ. ഇപ്പോ ഇവിടെ ഉള്ളത് നമുക്ക് ഒരു 3 feet 2 feet മോഡൽസ് ആണ്. നമുക്ക് ഇതെല്ലാം ഗാർഡൻ ബൊള്ളാർഡ്സ് ആണ്. നമുക്ക് ഗാർഡൻസ്, പാത്വേ, ഔട്ട്ഡോർ എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഔട്ട്ഡോറിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. ഇതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സാധനം കാണിച്ചുതരാവേ. ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവരിവിടെ ശരിക്കും മോക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഷോറൂമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഏറ്റവും ഉയരത്തിലുള്ള ഈ സ്ഥലം തന്നെയാണ്. കാര്യം ആ ഒരു കറക്റ്റ് സാധനം എങ്ങനെ ഇതിരിക്കും എന്നുള്ള ഒരാൾക്ക് മനസ്സിലായി. ഇതൊക്കെ ലൈറ്റ്സ് ആണ്. അതെ, കൂൺ പോലെ ലൈറ്റ് ചെയ്തിരിക്കുന്നത് മഷ്റൂം ലൈറ്റ്സ് ആണ്. മഷ്റൂം ലൈറ്റ്സ് അങ്ങനെയാണ് വരുന്നുണ്ട്. ഇതെല്ലാം ഔട്ട്ഡോറിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയതാണ്. ഇതിന്റെ ഡ്രൈവും ലൈറ്റ്സും എല്ലാം വാട്ടർ പ്രൂഫ് ആണ്. അങ്ങനെ കിടന്നാൽ മതി, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആൾക്കാർ ഇപ്പൊ നമ്മൾ കൂടുതലും കൊണ്ടുപോകുന്നത് ഇന്റീരിയർ ഗാർഡൻസിലേക്ക് നമുക്ക് ഇത് ചെയ്യാൻ കൊണ്ടുപോകുന്നുണ്ട് കാരണം. അതെ, ഈ ബൊളാർ ലൈറ്റ്സ് പറയുമ്പോഴത്തേക്ക് ഈ ബൊളാർ ലൈറ്റിന് മേളിൽ നിൽക്കുന്ന ഇതിന്റെ സീലിംഗ് ലൈറ്റ് പറയാതിരിക്കാൻ പറ്റുക. അതെ അതെ അതെ. ഏരിയ ഫുള്ള് കവർ ചെയ്തിട്ടാണ് നിൽക്കണേ. അതെ, ഇത് നമ്മളൊരു കസ്റ്റം ആയിട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മോഡലാണ്. അതായത് നമ്മുടെ അടുത്ത് കസ്റ്റം റിക്വയർമെന്റ് വന്നാൽ നമ്മൾ തന്നെ ഡ്രോ ചെയ്ത് നമ്മുടെ ഫാക്ടറിക്ക് കൊടുക്കും. നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്ന മോഡൽസ് ആണ്. അപ്പൊ നമുക്ക് ഇതിപ്പോ ഷോപ്സിലേക്കായാലും എന്തിലേക്കായാലും നമുക്ക് അവരുടെ റിക്വയർമെന്റ് വന്നാൽ അവരുടെ ഒരു ഡിസൈനിലേക്ക് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അപ്പറേ പറഞ്ഞതുപോലെയുള്ള ഇതെല്ലാം ഔട്ട്ഡോർ വാൾ ലൈറ്റ്സ്, ഔട്ട്ഡോർ വോൾസ് ആണ്. IP65 ആണ് നമ്മൾ പറയുന്നത് അല്ലേ? ആ വോൾ ലൈറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെയുള്ള മോക്കപ്പ് ഇപ്പറേ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പറേ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു ഗേറ്റ് ലൈറ്റ്. അതാണ് രീതിയിൽ വരുന്നത്. അതും ഇവിടെ മോക്ക് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. അതെ, ഇതും ഈ പറഞ്ഞ പോലെ മെറ്റൽ അവര്. അതെ അതെ. ഇത് അലുമിനിയം ബോഡിയിലാണ് വരുന്നത്. നമ്മൾ സ്പെഷ്യൽ കോട്ട് ചെയ്തിട്ടുണ്ട്. വാട്ടർ കളറൊന്നും പോയില്ല. ഇല്ല ഇല്ല, നമ്മളത് ഫെയ്ഡ് ആവണില്ല. നമ്മൾ പ്രൂവൺ ആണ്. അത്യാവശ്യം പ്രോജക്ട്സിലേക്ക് എല്ലാം മൂവ്മെന്റ് ഉള്ള കൊടുത്തിട്ടുണ്ട്. എത്ര തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നേ? നമുക്കിതൊരു ഏകദേശം ഒരു 4000 ആ റേഞ്ച്, 3000 4000 തൊട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഓൾറെഡി നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾ. ഇതൊരു ഡിഫറെന്റ് ഐറ്റം ആണ്. ഇതൊരു യൂണിക് മോഡൽ. അതായത് നമുക്കൊരു സിംഗിൾ പ്ലാന്റ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ വെറൈറ്റി സാധനമാണ് ഈ കളർ കേട്ടോ. ഈ കളർ നമ്മളൊരു എക്സ്പെരിമെന്റൽ ആയിട്ട് ഇറക്കിയതാണ്. എങ്ങനെയാണ് മാർക്കറ്റിന്റെ റെസ്പോൺസ് ടെറാക്കോട്ട കളേഴ്സ്. അതെ അതെ അതെ, നമുക്ക് അത്യാവശ്യം റെസ്പോൺസ് ഉണ്ട്, പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഇത് ഈ പറയുന്ന പ്രൊഡക്റ്റ് എല്ലാം തന്നെ ഏകദേശം എത്ര രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ടാവും? ഇതെല്ലാം നമുക്കൊരു ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 4000 തൊട്ട് സ്റ്റാർട്ടിംഗ് വരുന്നത്. വാറണ്ടി എത്ര വരുന്നുണ്ടെന്നേ? വാറണ്ടി നമുക്ക് ഇതിനെല്ലാം 2 years ആണ് വരുന്നത്. 2 വർഷം. പിന്നെ ഡ്രൈവ് പോയി കഴിഞ്ഞാൽ ഡ്രൈവ് അല്ലേ ഇതൊക്കെ പോകാൻ സാധ്യത? ഡ്രൈവ് ഇല്ലെങ്കിൽ LED ക്കാണ് എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിലോ അത് നമുക്ക് റീപ്ലേസ് ചെയ്യും. ആഫ്റ്റർ സർവീസ് നമുക്ക് വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടും നമ്മുടെ മെറ്റീരിയൽ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ആ ഒരു സർവീസ്, നമ്മുടെ ഒരു സർവീസ് ചാർജ് കുറവായിരിക്കും, ഉണ്ടാവില്ല, നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് ആ ഒരു മെറ്റീരിയലിന്റെ കോസ്റ്റ് എന്താ വെച്ചാൽ അത് മാത്രം ക്ലെയിം കൊടുത്താൽ മതി. വെറൈറ്റി സാധനം ഇത് ടിൽറ്റ് ചെയ്യാൻ പറ്റുമോ? ടിൽറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് പാത്വേസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ മോഡൽസ് ആണ്. ഇത് കൊള്ളാട്ടോ സാധനം. ഇത് നമ്മുടെ IP ക്യാമറാസ് ഇല്ലേ, CCTV ക്യാമറാസ് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാതെ വെക്കാൻ പറ്റുന്ന ഒരു സാധനം. ഈ CCTV ക്യാമറയാണ് ആൾക്കാർ തെറ്റിദ്ധരിക്കുകയും ചെയ്തത്. അതെ, ഇങ്ങനെയുള്ള പ്രൊഡക്റ്റും ഇവിടെ അവൈലബിൾ ആണ്. ഇത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇതും ടിൽറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഇതിന്റെ സൈഡ് ടിൽറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചരിക്കാവുന്നതാണ് കേട്ടോ. ഇത് വരുമ്പോൾ ഹൈറ്റ് കുറഞ്ഞ മിനി ബോളാർഡ് എന്ന് പറയും. നമ്മളിപ്പോ ഇത് ഗേറ്റ് ലൈറ്റ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അതായത് ലൈറ്റ് കുറഞ്ഞ ഒരു പർപ്പസ് ഒക്കെ ആണ് ചെയ്യുന്നത്. അത്യാവശ്യം ലൈറ്റ് ഉള്ള മോഡൽസ് വരുന്നുണ്ട്, ഗേറ്റ് ലൈറ്റ്സ്. പിന്നെ നമ്മൾ ചെറിയൊരു 1 മീറ്ററിലൊക്കെ വരുന്ന വാൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മേലൊക്കെ പ്ലേസ് ചെയ്യാനായിട്ട് നമ്മളിത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൽ തന്നെ എടുത്ത് പറയട്ടെ, ഈ കൊടുത്തിരിക്കുന്ന സീലിംഗ് ലൈറ്റ്സ്. അതെ, ഇത് കൊള്ളാലോ. ഇത് എത്ര വേണേ നമുക്ക് കണക്ട് ചെയ്ത് വെച്ചുകൂടെ? അതെ, കണക്ട് ചെയ്ത് വെക്കാം. ഇതൊരു ആക്ച്വലി ഒരു ആർക്കിടെക്ചറൽ കൺസെപ്റ്റിലുള്ള ലൈറ്റ് ആണ്. ഇതിന് നമുക്ക് സിംഗിൾ ഡ്രൈവിലാണ് വരുന്നത്. നമുക്ക് സാറ് പറഞ്ഞ പോലെ നമുക്ക് ഇതിൽ നമ്പേഴ്സ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. പിന്നെ നമ്മളിപ്പോ ഇങ്ങനെ സിലിണ്ടേഴ്സ് ഹാങ് ചെയ്ത് കാരണം ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആടും എന്നൊക്കെ ഒരു സംശയം. പക്ഷെ അത്യാവശ്യം വെയിറ്റ്
നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ വലിയ തൂങ്ങിപ്പോകുന്ന വെയിറ്റ് അല്ല, ആ പ്രോഡക്റ്റിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതെ, നമ്മളിപ്പോ AC ഇട്ടാലോ ഫാൻ ഇട്ടാലോ അത് ഇളകരുതല്ലോ. അതൊരു കസ്റ്റം മോഡലാണ് വരുന്നത്. നമുക്ക് വൈഡ് ആക്കിയിട്ട് ഷോർട്ട് ആക്കിയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഔട്ട് സൈഡ് വാളിൽ വരുന്നത്, അതായത് വാൾ വാഷേഴ്സ് എന്ന് പറയും. അപ്പ് ആൻഡ് ഡൗൺ, 4-way, 2-way. ഇതൊക്കെ 4-way ആണ്. അതെ, 4-way 2-way നമുക്ക് അവൈലബിൾ ആണ്. അത് പല വെറൈറ്റീസിൽ ആംഗിളിൽ വരുന്ന മോഡൽസ് ആണ് ഇവിടെ ഉള്ളത്. കോൺവെക്സ് കോൺകേവ്, അതെ, ആ ആംഗിൾ വരുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് ഒരു 1 watt 3 watt ഒക്കെ വരുന്നുള്ളൂ. അതിന്റെ ഉള്ളിലാണ് വാട്ട് നിൽക്കുന്നുള്ളൂ. ബട്ട് അതിന്റെ ഒരു ഗ്ലാസിന്റെ ഡിഫറൻസിൽ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് ഫീൽ ആവും, കിട്ടുകയും ചെയ്യും. ഇവിടെ നമ്മൾ പറയാൻ വിട്ടുപോയൊരു സാധനം ഉണ്ട്. അതായത് ഇത് ബാംബൂസ് ആണ്. അതെ, ബാംബു ഹാങ്ങിങ്സ്. ഒറിജിനൽ ബാംബൂസ് തന്നെ. ഒറിജിനൽ ബാംബു ആണ്, ട്രീറ്റഡ് ആണ് ബാംബു. ഇന്റീരിയർ ആണ്. അതെ, ഇന്റീരിയർ പർപ്പസ്. ഇതൊക്കെ ഇന്റീരിയർ പർപ്പസ് ആണ്, എക്സ്റ്റീരിയർ യൂസ് ചെയ്യാൻ പാടില്ല. അവിടെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, ആടുന്ന് കണ്ടാൽ മനസ്സിലാവും തീരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലേ. നമുക്ക് കഫേസിലേക്ക്, നമുക്ക് ഇപ്പൊ കിച്ചണിലേക്കൊക്കെ നമുക്ക് ഈ മോഡൽസ് പോകുന്നുണ്ട്. ചെയ്യാൻ സാധിക്കും. കൗണ്ടേഴ്സിലേക്ക്, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലേക്കൊക്കെ ഇതിന്റെ ചെറിയ മോഡൽസ് ഒക്കെ കൊണ്ട് ഹാങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ. ശരിക്കും പറഞ്ഞാല് ഒരു വീട്ടിലേക്ക് ലൈറ്റിംഗ് സൊല്യൂഷനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് സൊല്യൂഷൻ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ സിൽവാന്റെ കയ്യിൽ. യെസ്. ലൈറ്റിംഗ് സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ലൈറ്റ് മേടിച്ചുകൊണ്ട് പോവാന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല. അതല്ല, യഥാർത്ഥത്തിൽ നമ്മളൊരു കസ്റ്റമർക്ക് ഒരു കൺസൾട്ടിങ് നിങ്ങൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കൺസൾട്ടന്റ് ആണ്. അത് ലൈറ്റ് എഞ്ചിനീയർ പ്ലസ് കൺസൾട്ടന്റും കൂടിയാണ്. നമുക്ക് അതല്ലാണ്ട് തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കൺസൾട്ടിംഗ് ടീം നമ്മുടെ കയ്യിലുണ്ട്. നമ്മളിപ്പോ ഒരു ഓൺ സൈറ്റ് ഒരു പ്രൊജക്ട് പുതിയതായിട്ട് തുടങ്ങുകയാണ്, സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് ആ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ നമുക്ക് അവരായിട്ട് ജോയിൻ ചെയ്തിട്ട് നമുക്ക് ആ ലൈറ്റിംഗ് എങ്ങനെയൊക്കെ വേണം, അതിന്റെ ഡയലക്സ് റിപ്പോർട്ട് കാര്യങ്ങൾ, ലൈറ്റിംഗിന് തന്നെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ നമുക്ക് അതിന്റെ റിപ്പോർട്ട്സ് കാര്യങ്ങൾ എടുക്കാൻ പറ്റും. എങ്ങനെ ഒരു ആംബിയൻസിൽ നമ്മുടെ പ്ലാനിൽ ലൈറ്റിംഗിന് വന്നാൽ എങ്ങനെയാണ് അതിന്റെ ഔട്ട്പുട്ട് ഉണ്ടാവുക നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ 3D നോർമൽ സ്കെച്ചപ്പ് അങ്ങനത്തെ സോഫ്റ്റ്വെയർസിലൊക്കെ നമ്മൾ ചെയ്യും, പക്ഷെ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കറക്റ്റ് ആയിരിക്കില്ല അത് റെൻഡർ ചെയ്ത് വരുമ്പോൾ. പക്ഷെ നമുക്ക് ആക്ച്വൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത്ര 9 വാട്ടിന് ലൈറ്റ് ഇട്ടാൽ ഇന്ന ഏരിയക്ക് എത്ര ലൈറ്റ് കിട്ടും, കാര്യങ്ങളെല്ലാം നമുക്ക് അതിന് ഐഡന്റിഫൈ കൊടുക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് നമ്മുടെ ഓട്ടോകാഡിൽ തന്നെ ലൈറ്റിംഗിന്റെ ഡ്രോയിങ്, ഇലക്ട്രിക്കൽ ഡ്രോയിങ് കാര്യങ്ങൾ, അതിന്റെ എല്ലാറ്റിനും നമ്മൾ ലൈറ്റിംഗ് ഡ്രോയിങ് ആയിട്ടുള്ള എല്ലാ അസിസ്റ്റൻസും നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. പ്ലസ് നമ്മൾ ഓൺ സൈറ്റ് ചെന്നിട്ട് അവിടെ ഇന്ന ലൈറ്റ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് കാര്യങ്ങൾ നമുക്ക് മോക്കപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു കൺസ്ട്രക്ഷന്റെ സ്റ്റാർട്ടിംഗ് ടു എൻഡ് വരെ നമ്മുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മുടെ വാറന്റി ടൈമിലും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും. ആഫ്റ്റർ വാറന്റി ടൈമിലും എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ കൂടെ ഉണ്ടാവും. കംപ്ലീറ്റ് സൊല്യൂഷൻ പ്ലസ് കംപ്ലീറ്റ് സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് കൊമേഴ്ഷ്യൽ ആയിക്കോട്ടെ റെസിഡൻഷ്യൽ ആയിക്കോട്ടെ, അതെ, ഏതിലോട്ട് നമ്മളിത് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ പറഞ്ഞത് ഞാനിപ്പോൾ നിൽക്കുന്നത് മഞ്ചേരിയിലുള്ള അവരുടെ ഷോറൂമിലാണ്. ഇത് ഷോറൂം എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. ലൈറ്റിംഗ് സ്റ്റുഡിയോ എന്നാണ് പറയേണ്ടത്. ലൈറ്റിംഗ് സ്റ്റുഡിയോ പ്ലസ് എക്സ്പീരിയൻസ് സെന്റർ, ഒരു കൺസൾട്ടിംഗ് സെന്റർ ആയിട്ട് നിങ്ങൾ കണക്കാക്കുക. അതാണ് നിങ്ങളെ കാണിച്ചത്. ഇത് മഞ്ചേരിയിൽ മാത്രമല്ല, കേരളത്തിൽ 7 സ്ഥലത്തുണ്ട്. കേരളത്തിൽ എല്ലായിടത്തും ഇവരുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സർവീസ്, അതായത് എത്തിച്ചു തരും. കൂടാതെ സർവീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതാണ് അഭിഷേക് പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. സോ ഓൾവേസ് വെൽക്കം. താങ്ക് യു. അപ്പോൾ അഭിഷേക്, ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാൻ സാധിക്കട്ടെ. ഓക്കെ, ഷുവർ സർ. അപ്പോൾ എടുത്തു പറയുന്ന സർവീസാണ്. സിൽവാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങിയ കാലത്താണ് ഞാൻ ഫസ്റ്റ് മുസ്തഫയെ വിളിക്കുന്നത്. എനിക്ക് വളരെ ആത്മബന്ധമുള്ള ഒരാളാണ്. എൻ്റെ വീട്ടിൽ ടൈലെടുത്ത ഷോറൂമാണ് ആക്ച്വലി സിൽവാൻ ടൈൽസ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയ ഒരു ജേണിയാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ഏറ്റവും ബെസ്റ്റ് സർവീസ് നിങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ലാതെ വളരെ കൃത്യമായിട്ട് കിട്ടും. അതിനായിട്ട് വന്ന് കാണുകയോ വിളിക്കുകയോ ചെയ്യാം. വീണ്ടും കാണാം മറ്റേ മികച്ച വീഡിയോ. ഒരിക്കലും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ എൻ.